നമസ്കാരം. വിഖ്യാത കൃതികളിലൂടെ എന്ന പങ്ക്തിയിൽ ആർ.കെ. വേൾഡ് യയാതി എന്ന പുസ്തകത്തിൻ്റെ വായന അനുഭവമാണ് പങ്കുവെക്കുന്നത്. ഇത് 5ാമത്തെ എപ്പിസോഡാണ്. വി.എസ്. ഖാണ്ടേക്കർ എഴുതി പ്രൊഫസർ പി. മാധവൻപിള്ള തർജ്ജിമ ചെയ്ത യയാതി എന്ന വിഖ്യാത നോവലിൻ്റെ വായന അനുഭവമാണ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് യയാതിയുടെ പിതാവ് നഹുഷൻ ഒരു അശ്വമേധ യാഗം യയാതിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിനെക്കുറിച്ച്, വിശ്വവിജയിയാകുന്നതിന് വേണ്ടി ഒരു അശ്വമേധയാഗം നടത്തുന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഹസ്തിനപുരിയിലെ നഗരദേവതയുടെ ഉത്സവത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടെയാണ് നമ്മൾ ആ അധ്യായം അവസാനിച്ചത്. ഈ പുസ്തകത്തിലെ 4ാമത്തെ അധ്യായം അവസാനിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഒരു അശ്വമേധം എന്നത് യയാതിയുടെ ഒരു സ്വപ്നമാണ്. കൊട്ടാരത്തിൽ പലരോടും പറഞ്ഞു. അമ്മ നിരുത്സാഹപ്പെടുത്തുന്നു. അമ്മയ്ക്ക് അത്തരം സാഹസികതയ്ക്കൊന്നും മകൻ പോകുന്നതിനുള്ള താല്പര്യമില്ല. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നഹുഷ മഹാരാജാവ് അതിന് അനുമതി കൊടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അശ്വമേധ യാഗത്തെക്കുറിച്ചാണ് ഈ 5ാമത്തെ അധ്യായം. അത് തികച്ചും വളരെ വലിയ അനുഭവമായിരുന്നു യയാതിക്ക് സംഭാവന ചെയ്തത്. അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിലെ ഓരോ രാത്രിയും പകലും താൻ എങ്ങനെ ചെലവഴിച്ചു, എന്തൊക്കെയായിരുന്നു അന്ന് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ മനസ്സിൽ എത്ര ശക്തമായാണ് അത് പതിച്ചത്. ഇപ്പോൾ വളരെ അകലെ നിന്ന് പഴയ തൻ്റെ ജീവിതം വീക്ഷിക്കുകയാണ് യയാതി. 1.5 കൊല്ലം അശ്വമേധത്തിൻ്റെ യാഗാശ്വവുമായി അദ്ദേഹം ആര്യാവർത്തം മുഴുവൻ ചുറ്റിക്കറങ്ങി. ഓരോ കാൽവയ്പിലും ഈ പുണ്യപുരാതന ഭൂമിയുടെ സൗന്ദര്യം അദ്ദേഹം നോക്കിക്കണ്ടു. പഞ്ചഭൂതങ്ങളുടെ താളത്തിൽ ആലപിക്കപ്പെടുന്നതിൻ്റെ അസംഖ്യം മധുരഗീതങ്ങൾ കാതിലൂടെ മനസ്സിൽ കടന്നു. അശ്വമേധത്തിൻ്റെ കുതിര യാത്ര തുടരുകയാണ്. പൂർവ പശ്ചിമ ദിക്കുകൾ, ഉത്തര ദക്ഷിണ ദിക്കുകൾ, അങ്ങനെ എല്ലാ ദിക്കുകളിലൂടെയും തൻ്റെ സാന്നിധ്യം അറിയിച്ച് തൻ്റെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ആ കുതിര കരുത്തനായി അശ്വമേധ രഥവും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ യയാതിയുണ്ട്. യയാതി അതിലൂടെ ഭൂമിയുടെ ഓരോ അവസ്ഥയും ഓരോ പ്രദേശവും എത്ര സുന്ദരമാണ്. അതാണ് അപ്പോഴും അദ്ദേഹത്തിനൊരു കവിഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഭാഗത്തും ഭൂമി എത്ര സുന്ദരമാണ്, എത്ര വ്യത്യസ്തമായ ജനതകൾ, എത്ര വ്യത്യസ്തമായ കാലാവസ്ഥ, ഭൂപ്രകൃതി, ജീവിത രീതി, സംസ്കാരം. ചില ഗ്രാമപ്രദേശങ്ങൾ, ചില നഗരപ്രദേശങ്ങൾ, മറ്റു ചിലയിടത്ത് ഘോര വനങ്ങൾ. ഇങ്ങനെ ഓരോ പ്രദേശവും താണ്ടുന്നു എന്ന് മാത്രമല്ല 1.5 വർഷം അശ്വമേധം നീണ്ടു നിന്നു എന്നുള്ളതുകൊണ്ട് ഋതുഭേദങ്ങൾ, പ്രകൃതിയുടെ ഋതുഭേദങ്ങളിൽ വരുന്ന ഭാവവ്യത്യാസങ്ങൾ, ഇതൊക്കെ ആസ്വദിച്ച് പോകുന്നു. അദ്ദേഹം പറയുന്നു, പർവ്വതങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ ഋതുവിലും അവൾ പുതിയ വേഷവിധാനങ്ങൾ അണിഞ്ഞു. ഭൂമി നാനാതരം ആഭൂഷണങ്ങൾ കൊണ്ട് അലങ്കൃതമായി ലോകമാതാവ് ജീവനോടെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി എനിക്ക് ചിലപ്പോൾ തോന്നും. നദികൾ അവളുടെ ദുഗ്ധപ്രവാഹങ്ങളാകും. പർവ്വതങ്ങൾ അവളുടെ സ്തനങ്ങൾ. ആ സ്തനങ്ങളിൽ നിന്നൊഴുകുന്ന പ്രവാഹങ്ങൾ കൊണ്ട് അവൾ തൻ്റെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് പോഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. ചില രാത്രികളിൽ യയാതി അമ്മയെ ഓർമ്മിക്കും. ഈ അശ്വമേധ രാത്രികളിൽ അമ്മയെ ഓർമ്മിപ്പിക്കും. അമ്മയോട് ചെയ്ത വാഗ്ദാനം, ഇങ്ങനെ കവിഹൃദയം ഒത്തിരി ഭൂമിയിലേക്കും പ്രകൃതിയിലേക്കും ഒക്കെ ആഴ്ന്നിറങ്ങുമ്പോൾ അമ്മയോട് ചെയ്ത വാഗ്ദാനത്തെക്കുറിച്ച് ഓർക്കും. അമ്മയോട് പ്രതിജ്ഞ ചെയ്തതാണ്. എന്താണ്? ഒരു കാലത്തും സന്യാസിയാവുകയില്ല. അത് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കും. ഈ പ്രകൃതിയും പ്രകൃതിയുടെ വൈജാത്യങ്ങളും ഒക്കെ ആസ്വദിച്ച് പതുക്കെ പതുക്കെ
പ്രകൃതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് തനിക്കൊരിക്കലും അത്തരം ഒരു സംഗതിയില്ല. പകരം അതിനെ പ്രതിരോധിക്കാനായി പരമാവധി പിന്നെ ലൗകിക കാര്യങ്ങളിൽ അതിന് വിരക്തിയല്ല, അതിന് ആസക്തി ഉണ്ടാക്കത്തക്ക രീതിയിൽ അവയിൽ മുഴുകാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് യയാതി തീരുമാനിക്കുന്നത്. ലോകത്തെ പരിത്യജിച്ച് വനത്തിലേക്ക് ഒളിച്ചോടി പോകുന്നവനല്ല, പിന്നെയോ ലോകത്തെ ലോകത്തെ ജയിച്ചിട്ട് സ്വന്തം വ്യക്തിമുദ്ര സ്ഥാപിക്കുന്നവനായി ആണ് ഞാൻ എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം ഓരോ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അശ്വമേധ യാത്ര നടത്തുമ്പോൾ ചില രാജ്യങ്ങളിൽ മാത്രമേ യാഗാശ്വത്തിന് എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അതിനെ തടയുകയോ പിടിച്ചു കെട്ടുകയൊക്കെ ചെയ്യുന്ന ചില രാജ്യങ്ങളാണ്. അവർക്ക് അറിയത്തില്ല നഹുഷൻ ആരാണ്, നഹുഷന്റെ മകൻ ആരാണ്, അവർ പിതാമഹന്മാരാരാണ്. ആ ചരിത്രമൊക്കെ അത്രയ്ക്ക് അറിവില്ലാത്തവരൊക്കെ ആ വിഡിത്തത്തിന് മുതിരുകയുള്ളൂ. അച്ഛൻ തൻ്റെ പരാക്രമങ്ങൾ കൊണ്ട് ആര്യാവർത്തം മുഴുവൻ തൻ്റെ പ്രഭാവം പരത്തിയിരുന്നു. സാക്ഷാൽ ദേവേന്ദ്രനെ പോലും തോൽപ്പിച്ച നഹുഷ മഹാരാജാവിൻ്റെ യാഗാശ്വത്തെ തടയാൻ ആർക്കാണ് ധൈര്യമുണ്ടാവുക? അവിവേകം കൊണ്ടാണ് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിനൊരുപ്പെട്ടിട്ടുള്ളത്. യയാതി തൻ്റെ പിതാവായ നഹുഷനേക്കാൾ പരാക്രമത്തിൽ അല്പവും പിന്നിലല്ലെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ നഹുഷന്റെ മകൻ യയാതിക്ക് കഴിയുകയും ചെയ്തു. ചെറുതും വലുതുമായ പല സംഘടനകളും നടന്നു. അതിൽ പക്ഷെ അദ്ദേഹത്തിന് ആനന്ദമൊന്നും അനുഭവപ്പെട്ടില്ല. കാരണം നായാട്ടിൽ അദ്ദേഹത്തിന് വളരെ കഴിവുണ്ട്. ഏത് മൃഗത്തെയും അനായാസേന കീഴ്പ്പെടുത്തും, വേട്ടയാടും. എന്നാൽ ആയുധധാരിയായ തൻ്റെ ഇടത്തോടെ ഒരു മനുഷ്യൻ മുമ്പിൽ വന്ന് എതിരിടുമ്പോൾ മനുഷ്യ ശത്രുക്കളുടെ മേൽ ജയം നേരിടുന്നതിൽ ഒരു പ്രത്യേക ആനന്ദം, ഒരു വിചിത്രമായ ആനന്ദമാണ്. കാരണം മൃഗങ്ങൾ അതിൻ്റെ നൈസർഗികമായ ചോദനകളിലൂടെയാണ് ആക്രമിക്കുന്നത്. മനുഷ്യരങ്ങനെ അല്ലല്ലോ. അടവും തന്ത്രവും ഒക്കെ പയറ്റി തന്നെ പോലുള്ള ഒരു എതിരാളിയെ കീഴ്പ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൽ കിട്ടുന്ന ആനന്ദം പ്രത്യേകമാണ്. പക്ഷേ ഈ അശ്വമേധത്തിൽ വളരെ കുറച്ച് അവസരങ്ങളെ അങ്ങനെ മനുഷ്യനുമായി ഏറ്റുമുട്ടാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. അത്തരം സന്ദർഭങ്ങളിൽ വീരന്മാരുടെ ഭുജങ്ങളിൽ ശരിയായ ആവേശം ഇരമ്പിപ്പായും, ഭുജങ്ങളിലൂടെ ഇരമ്പിപ്പായും. യുദ്ധത്തിലുണ്ടാകുന്ന വിജയാഹ്ലാദം നായാട്ടിലെ സാഫല്യത്തെക്കാൾ എത്രയോ ഉന്മാദജനകമാണ്. ആ ഉന്മാദത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വെമ്പുന്നത്. ഈ അശ്വമേധമൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനുള്ള അവസരങ്ങൾ വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാലും അത് ആവോളവും ലഭിച്ചതൊക്കെ നുകർന്നു കഴിഞ്ഞു. അത് കാരണമാണ് നഗരദേവതയുടെ ഉത്സവ ദിവസം താൻ പ്രാണൻ അപകടപ്പെടുത്തിയത്. അത്ര ഒരു ധൈര്യം തന്നെയാണ്. പക്ഷെ അന്ന് ഒരു മൃഗത്തെയാണ് കീഴ്പ്പെടുത്തിയത്. തൻ്റെ ഭുജങ്ങളൊക്കെ ത്രസിക്കുന്നതിന് വേണ്ടി, അതിലൂടെയൊക്കെ മിന്നലുകൾ പായിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ആ കുതിരയെ കീഴ്പ്പെടുത്താൻ പോയത്. പക്ഷെ അത് മൃഗത്തെ മാത്രമാണ്, മനുഷ്യനുമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നില്ല എന്നുള്ള പരിമിതി അതിനുണ്ട്. യാഗാശ്വവുമായുള്ള ഈ യാത്രയിൽ പ്രതാപന്മാരായ നിരവധി മഹാരാജാക്കന്മാർ ആയുധം താഴെയിട്ട് യയാതിയുടെ കാലുകളിൽ ചുംബിക്കാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരികളായ മഹാശക്തിവാന്മാർ മുന്നിൽ തോറ്റ് തുന്നം പാടിയപ്പോൾ അദ്ദേഹത്തിന് ആനന്ദത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിൽ താൻ എത്തിയതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ ഓർക്കുന്നു, ചെറുപ്പത്തിൽ പാരിജാത വൃക്ഷത്തിൽ പിടിച്ച് നിറയെ പൂത്തു നിൽക്കുന്ന പാരിജാത വൃക്ഷത്തെ പിടിച്ച് കുലുക്കുമായിരുന്നു യയാതി. അപ്പോൾ നക്ഷത്രങ്ങളെ കൂട്ടുള്ള ആ പൂക്കൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ചിതറി വീഴുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി അത് നോക്കി നിൽക്കുമായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഈ ആകാശവിധാനങ്ങൾ മുഴുവൻ നക്ഷത്രങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ആ ആകാശ വൃക്ഷത്തെ ഒന്ന് പിടിച്ചു കുലുക്കി ഈ നക്ഷത്രങ്ങളെ മുഴുവൻ താഴെ കുതിർത്തിടാനുള്ള ഒരു മോഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിൽ വരികയാണ് കുറച്ചു നേരത്തേക്ക്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പഴയ ചിന്ത വരും. കുറച്ചു നേരമേ അത്ര സംഗതികൾക്ക് സ്ഥാനമുള്ളൂ. പിന്നെ ഓർക്കും, എന്തിന് ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ കാണാനല്ലേ ഭംഗി, എന്തിനു താനതിനെ ഉതിർത്ത് താഴേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഏതായാലും പകല് മുഴുവൻ പരാക്രമത്തിൻ്റെയും രാത്രി ശാന്തതയുടേതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പല കാരണങ്ങളാലും രാത്രിയിൽ ഉറക്കം വരില്ല. അനേകം രാത്രികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മയെപ്പറ്റി ഓർമ്മിച്ചിട്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ചില രാത്രികളൊക്കെ അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്. അജ്ഞാതമായ എന്തോ ഉത്കണ്ഠ അദ്ദേഹത്തെ അലട്ടുന്നതായി എപ്പോൾ തോന്നുന്നു. പക്ഷേ
രഥത്തിൽ കെട്ടിയിരിക്കുന്ന ഊർജ്ജസ്വലനായ കുതിരയ്ക്ക് യാതൊരു കോട്ടവുമില്ല. കൂടുതൽ കരുത്തോടെ അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിരിക്കുന്ന മനുഷ്യനെ, അതിനെ നയിക്കുന്ന യയാതിക്ക് ഒട്ടും പിന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. അതിനെ ഗൗനിക്കാതെ ഇരിക്കാൻ പറ്റുകയില്ല. അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ജനനങ്ങളെ, മരണങ്ങളെ, പ്രണയങ്ങളെ, ധർമ്മത്തെ എല്ലാം അതിജീവിച്ച് ആ ഗംഭീര പ്രശ്നങ്ങളുടെ ചക്രവ്യൂഹത്തിൽ കടന്ന് അവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും യയാതിക്കാകെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. മരണത്തിൻ്റെ യഥാർത്ഥ രൂപം അറിയുവാൻ ആഗ്രഹിച്ച നചികേതസിൻ്റെ കഥ കളവാണെന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകും. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപത്തിൽ നിന്നും എനിക്ക് ജീവിക്കണം, ജീവിതവും മരണവും തമ്മിൽ, ശരിയും തെറ്റും തമ്മിലൊക്കെയുള്ള പോരാട്ടങ്ങൾ ഉള്ളിൽ നടക്കും. ധർമ്മവും അധർമ്മവും നീതിയും മനസ്സും ശരീരവും തമ്മിലുള്ള സംഘർഷങ്ങൾ, അവിടെയൊക്കെ എനിക്ക് ജീവിക്കണം. മനസ്സ് ചിലപ്പോൾ പിന്തിരിപ്പിക്കുക, എന്തൊരു വിഡിത്തത്തിനാണ് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, നമുക്ക് വായിച്ച് തന്നെ അറിയാം. മനസ്സ് പരിഹസിക്കും, പിന്നെന്തിനാണ് നീ ഈ ആകാശത്തിൻ്റെ കൂടെ ഓടിപ്പോകുന്നത്? എവിടെയെങ്കിലും ആരെങ്കിലും ഈ കുതിരയെ തടഞ്ഞാൽ അതിഭയങ്കരമായ യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ഒരുപക്ഷെ നിങ്ങൾ വീരമൃത്യു പ്രാപിക്കും. ജീവിക്കണമെന്ന് മോഹമുള്ളവൻ, ശരീരത്തെ അത്രയധികം സ്നേഹിക്കുന്നവൻ, മരണം വാപിളർന്ന് നിൽക്കുന്ന ഈ പരിപാടിക്ക് എന്തിന് ഇറങ്ങിത്തിരിച്ചു എന്നൊക്കെ മനസ്സ് ചോദിക്കും. ആന്തരാത്മാവിൽ തുടർന്നു വരുന്ന ഈ സംഘടനം തടയുക അദ്ദേഹത്തെ കൊണ്ട് അസാധ്യമായിരുന്നു. ശയ്യയിൽ വിതറിയിരുന്ന പൂക്കൾ പോലും ദേഹത്ത് കുത്തിക്കൊള്ളുമായിരുന്നു. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് വെളിയിൽ പോകും. രാത്രിയിൽ ഈ സംഘർഷം കൂടിക്കൂടി വരുമ്പോൾ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കും. ഇക്കിളി കൊള്ളിച്ച് ഓടിപ്പോകുന്ന ഇളം കാറ്റുമായി സംഭാഷണം ചെയ്യും. അതിനടുത്ത് നിൽക്കുന്ന മാവുകളോട്, മരങ്ങളോട് പിറുപിറുക്കും. മരങ്ങൾ ഇളം കാറ്റ് കടന്നു പോകുമ്പോൾ മാവുകൾ പിറുപിറുക്കും. അത് കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കും. അടുത്തുള്ള ഏതോ രാത്രിയുടെ ഒരു പ്രത്യേക യാമത്തിൽ ചക്രവാക പക്ഷികൾ അതിൻ്റെ രോധനം കേൾക്കാം, ക്രന്ദനം കേൾക്കാം. കരുണാദ്രമായ സംഗീതം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിക്കും. അവരുടെ ആ കരുണാദ്രമായ സംഗീതം ചിലപ്പോൾ ഒരു നക്ഷത്രം പെട്ടെന്ന് അടർന്നു വീഴുന്നത് പോലെ തോന്നും. ഇങ്ങനെ വാസസ്ഥലത്തിനടുത്ത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒറ്റപ്പെട്ട അദ്ദേഹം കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പട്ടാളമുണ്ട്. പട്ടാളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവർ അദ്ദേഹത്തിനെ സ്വച്ഛന്തമായി ഇങ്ങനെ വിരിക്കാൻ നടക്കുന്നുണ്ടെങ്കിലും ദൂരെ നിന്ന് അവരുടെ സാന്നിധ്യവും ഒബ്സർവേഷനും ഒക്കെ ഉണ്ട്. താവളമുണ്ട്. എങ്കിലും അർദ്ധരാത്രിക്ക് ശേഷം ഗംഭീരമായ നിശബ്ദത. അർദ്ധരാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കാണും, എല്ലാ ശബ്ദവും ഉറങ്ങിക്കാണും. അതൊക്കെ വളരെ നന്നായി വരച്ച് കാണിക്കുന്നുണ്ട്. പക്ഷികളുടെ കൂട്ടിൽ നിന്ന് രാത്രികാലത്തുണ്ടാകുന്ന ചില ശബ്ദങ്ങൾ അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു. രാപ്പക്ഷികളുടെ പാട്ടുകൾ പതുക്കെ കുറഞ്ഞു വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ലഘുശബ്ദം പോലും കേൾക്കാതാകും. ജീവരാശിയുടെ ഈ ശാന്തത കണ്ട് എൻ്റെ വായിൽ നിന്ന് അനായസേന പ്രാർത്ഥനാ മന്ത്രങ്ങൾ, ഇത്തരത്തിലൊരു ശാന്തതയുടെ അവസ്ഥയെത്തുമ്പോൾ അറിയാതെ തന്നെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരവസ്ഥയുണ്ടാകും. അവസാനം കൈകൂപ്പിൽ നിന്ന് ആകാശത്തോട്ട് നോക്കി, ചുറ്റും കാണുന്ന ഭൂമിയിൽ നോക്കി പ്രസന്നചിത്തനായി സംതൃപ്തമായ മനസ്സോടെ പ്രാർത്ഥിക്കും, ഓം ശാന്തി ശാന്തി ശാന്തി. അതിനുശേഷം നിദ്ര അതിൻ്റെ മൃദുവായ പട്ടുപുതപ്പ് കൊണ്ട് യയാതിയെ പുതപ്പിക്കും. താരാട്ടുപാടി ഉറക്കുകയും ചെയ്യും നിദ്ര. പകൽ ലഭിക്കുന്ന പരാക്രമത്തിൻ്റെ ഉന്മാദവും രാത്രിയിൽ ലഭിക്കുന്ന ഈ ശാന്തതയും ഈ ശാന്തിയും രണ്ടും അദ്ദേഹത്തിന് ഒരുപോലെ പ്രിയമായിരുന്നു. പകൽ ഇതെല്ലാം മറക്കും. ഈ ശാന്തതയും കവിഹൃദയവും ഒക്കെ മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യം മാത്രം, തൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം മാത്രം അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകും. രാത്രിയാകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലേക്കും കവിയുടെ ഹൃദയം എന്താണോ അതിലേക്കുമൊക്കെ അദ്ദേഹം തിരികെ എത്തും. എങ്കിലും ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ, വിരുദ്ധമായ ഈ രണ്ട് സംഗതിയെയും എങ്ങനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകാമെന്ന കാര്യം എങ്ങനെയാണ് താൻ ഇതിനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോകുന്നതെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. യാഗാശ്വത്തിൻ്റെ പിന്നാലെ ഞാൻ പോവുകയായിരുന്നു. കാലവൃക്ഷത്തിൻ്റെ ഓരോ ഇലയും കൊഴിയുകയായിരുന്നു. ഈ ഭ്രമണത്തിൽ ശാന്തിയുടെയും ഉന്മാദത്തിൻ്റെയും എത്രയോ ഭിന്ന രൂപങ്ങൾ ഞാൻ കണ്ടു.
നർത്തകിയുടെ വസ്ത്രാഞ്ചലം വഴുതി മാറി അവളുടെ ശരീര സൗന്ദര്യത്തിൻ്റെ ഒളിമിന്നൽ പലപ്പോഴും കാണാൻ സാധിക്കും. അതുപോലെ തോന്നിപ്പിക്കുന്ന ശുദ്ധ ചതുർത്ഥിയിലെ ചന്ദ്രിക ഞാൻ പല പ്രാവശ്യം ആവോളം ആസ്വദിച്ചു. ഒരു ദിവസം ഇടതിങ്ങിയ വനത്തിൽ ഞങ്ങൾ താവളമടിച്ചു. ഇരുട്ട് കട്ട പിടിച്ചു വന്നു. നാലുപാടും ചീവീടുകളുടെ മുഴക്കവും വന്യമൃഗങ്ങളുടെ അമറലും കേൾക്കാം. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. മുഷിവ് തോന്നി ഞാൻ വെളിയിൽ ഇറങ്ങി തുറസായ സ്ഥലത്ത് വന്നു. ഏതോ യക്ഷലോകത്തിൽ വന്ന പ്രതീതി. ഞാൻ ആശ്ചര്യചകിതനായി. എൻ്റെ മുമ്പിലുള്ള ഇടതിങ്ങി വളരുന്ന വൻ മരങ്ങളുടെ ഇടയിലൂടെ ചന്ദ്രിക താഴെ കരിച്ചരിച്ചിറങ്ങുന്നു. ചന്ദ്രിക പോലെ തന്നെ കാട്ടുതീയും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. തീയൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷേ ഈ വനത്തിൽ കാട്ടുതീ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആ കാഴ്ചയുടെ ഭയാനകത്വത്തെക്കാൾ വലുതായിരുന്നു അതുയർത്തുന്ന ഭംഗി. സൃഷ്ടിദേവതയുടെ പ്രചണ്ഡമായ യജ്ഞകുണ്ഡം ആളിക്കത്തുകയാണ് എന്നാണ് തനിക്ക് അപ്പോൾ തോന്നുന്നത്. പാർവതി തൻ്റെ ഭർത്താവിൻ്റെ പ്രേമത്തിന് വേണ്ടി കുതിച്ചു ചാടിയത് ഈ യജ്ഞകുണ്ഡത്തിലേക്കാണ്. ആ യജ്ഞകുണ്ഡത്തിൻ്റെ ഭംഗിയാണ് യയാതി അവിടെ കേൾക്കുന്നത്. ഈ യാത്രക്കിടയിൽ കണ്ട ശാന്തിയുടെയും ഉന്മാദത്തിൻ്റെയും വിവിധ രൂപങ്ങളെപ്പറ്റി ഞാൻ എങ്ങനെ വർണ്ണിക്കാനാണ്? ഭൂമിയുടെ ശരീരത്തിൽ രോമം പോലെ കാണപ്പെടുന്ന പച്ചപ്പുല്ലുകളുള്ള ശാഖകൾ കൊണ്ട് ആകാശത്തേക്ക് തങ്ങി നിൽക്കുന്ന ഗർവുള്ള ദേവദാരു വൃക്ഷങ്ങൾ, ആശീർവദിക്കുന്നതിന് വേണ്ടി പുരോഹിതൻ തെളിക്കുന്ന ഗംഗാജലം പോലെ കാണപ്പെടുന്ന മഴച്ചാറ്റലും പർവ്വതാകാരം പൂണ്ട തിരമാലകളെ ഓർമ്മിപ്പിക്കുന്ന തുമ്പിക്കൈ വണ്ണത്തിലുള്ള മഴ പെയ്യലും, അങ്ങനെ ഋതുവ്യതിയാനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രകൃതിയുടെ ഭാവ വ്യത്യാസങ്ങളും അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു പോവുകയാണ്. ഒരിക്കൽ ഒരു സംഭവം പറയുന്നുണ്ട് ജീവിതത്തിൽ. ഇതെല്ലാം ഈ അശ്വമേധ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കൽ ഞാൻ രതിയുടെ പ്രതിമ കാണാൻ പോയി. കൂടെ വന്ന പട്ടാളക്കാരെല്ലാം വെളിയിൽ തന്നെ നിന്നു. പ്രതിമ വളരെ സുന്ദരമായിരുന്നു. കാമദേവനെ ശിവൻ ഭസ്മമാക്കിയ ശേഷം ശോകമുഖമായിരിക്കുന്ന രതിയുടെ പ്രതിമ. വളരെ നേരം ഞാൻ ആ പ്രതിമയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ വസ്ത്രാഞ്ചലം അല്പം മാറിയിരുന്നു. തലമുടി അഴിഞ്ഞുലഞ്ഞ് പുറത്തു പരന്നു കിടന്നു. അത് ജീവനില്ലാത്ത ഒരു ശിലാപ്രതിമയാണെന്ന കാര്യം ഞാൻ മറന്നേ പോയി. എന്തു ചെയ്യുന്നു എന്നറിയാതെ ഞാൻ മുന്നോട്ട് നടന്ന് വളരെ ആവേശപൂർവ്വം ആ പ്രതിമയുടെ മുഖം ചുംബിച്ചു. തണുത്ത ശിലയുടെ സ്പർശമേറ്റ് ബോധം വീണ്ടു കിട്ടിയിരുന്നില്ലെങ്കിൽ നിശ്ചയമായും 1000 ചുംബനങ്ങൾ അർപ്പിച്ചാലും എൻ്റെ മനസ്സ് തൃപ്തമാകുമായിരുന്നില്ല. ശിലയുടെ സ്പർശമേറ്റ് ഞാൻ ലജ്ജിച്ചു. പെട്ടെന്ന് പിന്നോട്ട് മാറി. ഞാൻ പാപമല്ലേ ചെയ്തത് എന്ന ചിന്തയുണ്ടായി. അസ്വസ്ഥമായ മനസ്സിനെ സ്വയം സാന്ത്വനിപ്പിച്ചു. രതി പവിത്രയോ ദേവതയോ ഒന്നും ആയിരുന്നില്ല. അവളുടെ പ്രതിമ ചുംബിക്കുന്നതിൽ എന്താണ് പാപം? യാകാശം ചുറ്റിക്കറങ്ങി പൂർവ്വ ആര്യാവർത്തത്തിൽ എത്തിച്ചേർന്നു. പൂർവ്വ ആര്യാവർത്തം ഘോര വനമാണ്. അവിടെ നഗരങ്ങൾ, അവിടെ ജനവാസം വളരെ വളരെ വിരളമായിരുന്നു. അങ്ങിങ്ങൊന്നോ രണ്ടോ ചെറിയ നഗരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദിവാസികളുടെ ചെറിയ ചെറിയ രാജ്യങ്ങളായിരുന്നു ആര്യാവർത്തത്തിൻ്റെ പൂർവഭാഗം. ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത, അവിടെ ധാരാളം ആനകളുണ്ട്. ആനകളെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആനകളെ വേട്ടയാടാൻ ഹിമാലയ സാനുക്കളിലേക്ക് പോകുന്നതൊക്കെ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നു യയാതി. ഇവിടെയും ആനകളെ എങ്ങനെ വേട്ടയാടണം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. രാത്രിയിൽ വെള്ളം കുടിക്കാൻ ആനകൾ വരുമായിരിക്കും. ഒറ്റയ്ക്ക് പോയി ആരുമറിയാതെ ആനയെ വേട്ടയാടണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇടതിങ്ങിയ വനത്തിനുള്ളിലേക്ക് കടന്നു. ജലാശയത്തിനടുത്തുള്ള ഒരു ഉയർന്ന മരത്തിൽ കയറിയിരുന്നു. കാരണം ആന വെള്ളം കുടിക്കാൻ അവിടെ വരും. അന്ന് വളരെ കറുത്തവാവ് ദിവസമാണ്. കട്ട പിടിച്ച ഇരുട്ട്, ഒന്നും കാണുവാൻ കഴിയത്തില്ല. ഇരുട്ടിൻ്റെ സമുദ്രം നാലുപാടും പരന്നിരിക്കുന്നു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. വനം മുഴുവൻ കഠിനമായ ജ്വരം പിടിപെട്ട് ഞരങ്ങുന്നുണ്ടായിരുന്നു. പലവിധത്തിലുള്ള ചീവീടുകൾ, രാത്രി ശബ്ദങ്ങൾ, കാട്ടിൻ്റെ വിചിത്രമായ ശബ്ദങ്ങൾ.
ഇടയ്ക്കിടയ്ക്ക് അതിനിടയ്ക്ക് സിംഹത്തിൻ്റെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ഗർജനങ്ങൾ, ഇതൊക്കെ കൊണ്ട് മുഖരിതമായിരുന്നു ആ രാത്രി ആ കാനനത്തിൽ. അങ്ങനൊരു സാഹചര്യത്തിൽ ആനയെ വേട്ടയാടുന്നത് അദ്ദേഹത്തിന് അത്യാനന്ദകരമാണ്. കാരണം പശ്ചാത്തലം അത്രയ്ക്ക് അതിനനുയോജ്യമാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ആന വെള്ളം കുടിക്കുമ്പോൾ ഭും ഭും എന്ന ശബ്ദം കേൾക്കുമെന്ന് മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം. ആ ശബ്ദം കേൾക്കാൻ കാതുകൾ ഉത്സുകമായി. പിന്നീട് മറ്റെല്ലാ ശബ്ദവും ശബ്ദങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ യയാതി അതൊന്നും കേൾക്കുന്നില്ല. യയാതി ഒരു ശബ്ദത്തിൻ്റെ കേൾവിക്കായി തൻ്റെ ശ്രദ്ധയെ മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുമ്പോൾ കേൾക്കുന്ന ഭും 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 ശബ്ദം, അതാ ബാക്കി എല്ലാ ശബ്ദത്തിൽ നിന്നും അദ്ദേഹം ഒരു നിശബ്ദതയിൽ ലയിച്ച്, ചുറ്റും ശബ്ദമുഖരിതമാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം മനസ്സിനെ അകറ്റി ഈ കുളത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുവാനായിട്ട് ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നു ഭും ഭും ഭും. പെട്ടെന്ന് തന്നെ യയാതി അവിടേക്ക് അമ്പയച്ചു. അമ്പ് ലക്ഷ്യത്തിൽ തറച്ചയുടൻ കർക്കശമായൊരു മനുഷ്യ സ്വരമാണ് കേൾക്കാനിടയായത്. ഏത് ദുഷ്ടനാണ് ഈ അമ്പയച്ചത്? എൻ്റെ മുമ്പിലേക്ക് വരൂ, അല്ലെങ്കിൽ ഞാൻ. യയാതി വിയർത്തു കുളിച്ചു. അമ്പ് കൊണ്ടത് ആനയുടെ ദേഹത്തല്ല, ക്രോധശീലനായ ഏതോ മുനിയുടെ ദേഹത്താണ്. കാരണം ശബ്ദത്തിൽ നിന്ന് അദ്ദേഹം ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എന്ന് മനസ്സിലായി. അയാൾ തീർച്ചയായും തന്നെ ശപിക്കും. യയാതി തീരുമാനിച്ചു. ഭയപ്പെട്ടു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ വൃക്ഷത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് യയാതി വിളിച്ചു പറഞ്ഞു, മഹാമുനെ, എന്നോട് പൊറുത്താലും ഞാൻ ക്ഷമിച്ചാലും ഞാനൊരു ഘോരമായ പാപമാണ് ചെയ്തത്. എന്നിട്ട് അണ്ണാനേക്കാൾ വേഗത്തിൽ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇരുട്ടിലൂടെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് കുതിച്ചു. ജലാശയത്തിൻ്റെ തീരത്ത് കുറ്റിക്കാടുകൾ കുറവായിരുന്നു. മങ്ങിയ നിലാവിൽ അവിടെ ആരോ നിൽക്കുന്നത് യയാതി കാണുകയാണ്. ആദ്യം അത് ഏതോ ഒരു പ്രേതമാണെന്ന് തോന്നിയത്. കാരണം അത്തരത്തിലുള്ള ഒരു രൂപമാണ്. മുഖത്ത് നോക്കാതെ, അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും നോക്കാതെ ഓടിച്ചെന്ന പാടെ കാലിൽ കെട്ടിപ്പിടിച്ച് വന്ദിച്ചു. അദ്ദേഹം പെട്ടെന്ന് പിന്നോട്ട് മാറി. കാലിൽ വന്ദിക്കാൻ വരുന്നത് കാണുമ്പോൾ വന്ദിക്കുന്നതിന് മുമ്പ് തന്നെ കാല് പിൻവലിച്ചു. പാപിയുടെ സ്പർശം പോലും എനിക്ക് വർഗ്യമാണ്. മഹാമുനെ, ഞാൻ പാപിയല്ല. വേട്ടയാടാനുള്ള കൗതുകം കൊണ്ട് ഞാനിവിടെ എത്തി. ആന വെള്ളം കുടിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനൊരു ക്ഷത്രിയനാണ്. വേട്ടയാടൽ എൻ്റെ ധർമ്മവുമാണ്. ധർമാധർമ്മങ്ങളെപ്പറ്റി എന്നെ ബോധവാനാക്കുകയാണ്. ഞാൻ വ്രതനിഷ്ഠനായ ഒരു യോഗിയാണ്, ആ ജന്മ ബ്രഹ്മചാരി. സ്ത്രീയുടെ അധരസ്പർശമേറ്റ് നിന്റെ ചുണ്ടുകൾ അപവിത്രമായിട്ടില്ലേ? ഇക്കാര്യത്തിൽ നീ പരിശുദ്ധനാണെങ്കിൽ മാത്രം എൻ്റെ പാദങ്ങൾ സ്പർശിച്ചാൽ മതി. അദ്ദേഹം കാല് വിരിക്കാനുള്ള കാരണം ഇതാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, സ്ത്രീയുടെ അധരത്തിൽ നിന്നുള്ള ചുംബനമേറ്റതല്ലേ നിന്റെ ചുണ്ടുകൾ? സ്ത്രീയുടെ അധരസ്പർശമേറ്റ് നിന്റെ ചുണ്ടുകൾ അപവിത്രമായിട്ടില്ലേ? അങ്ങനെ ഒരാൾക്ക് എൻ്റെ കാലിൽ ചുംബിക്കുവാൻ അർഹതയില്ല. എൻ്റെ പാദങ്ങൾ നീ പരിശുദ്ധനാണെങ്കിൽ മാത്രം നീ എൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുകയാണ്. കള്ളം പറയാനുള്ള സാഹസം യയാതിക്കുണ്ടായില്ല. കാരണം മഹർഷിയാണ്, ദിവ്യദൃഷ്ടിയുള്ള ആളാണ്, യോഗിയാണ്. അന്നൊരു വികാരത്തള്ളിച്ചയിൽ അളകയെ ചുംബിച്ചത് ആ ദൃശ്യം വീണ്ടും അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു. തീർച്ചയായും ഈ യോഗിയായ മുനിക്ക് അതൊക്കെ മനസ്സിൽ കാണുവാൻ ഒരു പക്ഷേ ത്രികാലജ്ഞാനമുണ്ടായിരിക്കണം. കള്ളം പറഞ്ഞാലും അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് അത് കള്ളം പറയുന്നത് കാര്യമില്ല, ശപിച്ച് ഭസ്മമാക്കും. അതെല്ലാം ആലോചിച്ചുകൊണ്ട് തല കുനിച്ചു നിന്നു. പാദത്തിൽ തൊട്ട് കേഴാനായിട്ട് പോയില്ല. അപ്പോൾ കഠോരസ്വരത്തിൽ യോഗി പറഞ്ഞു, കൊള്ളരുതാത്തവൻ, സ്ത്രീ ലംബടൻ. യഥാർത്ഥത്തിൽ ഞാൻ ലംബടനായിരുന്നു. സ്ത്രീയെ സ്പർശിക്കുന്നതിൽ ഇത്രമാത്രം പാപമുണ്ടോ? അത് വലിയ പാപം പിടിച്ച സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളല്ലേ? മനസ്സിൽ ഇത്തരത്തിലുള്ള പലതരം ചോദ്യങ്ങൾ ഉയർന്നു. എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്
എന്ന ചിന്താക്കുഴപ്പത്തിലായി യയാതി. പതിവ് പോലെ ആശയ സംഘർഷം മനസ്സിൽ നടക്കുകയാണ്. യോഗി പക്ഷെ വീണ്ടും പറഞ്ഞു, നിന്നെപ്പോലുള്ള ഒരു നിസ്സാരനോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. അർദ്ധരാത്രിക്ക് ശേഷം 1-2 യാമം എല്ലാ നിത്യകർമ്മങ്ങളിൽ നിന്നും വിരമിച്ച് ഞാൻ ധ്യാന നിമഗ്നനാവും. അദ്ദേഹം മുന്നോട്ട് നടന്ന് തൻ്റെ കമണ്ടലുവിൽ വീണ്ടും വെള്ളം നിറച്ച് പോകുവാൻ തിരിഞ്ഞപ്പോൾ മുട്ടുകുത്തി നിന്നുകൊണ്ട് യയാതി പറഞ്ഞു, മഹാമുനി, എന്നെ ഒന്ന് ആശീർവദിച്ചാലും. ആരെ വേണമെങ്കിലും ആശീർവദിക്കാൻ ഞാനെന്താ ശ്രീ പരമേശ്വരനോ മറ്റോ ആണോ? നിന്നെപ്പറ്റി നീ ആരാണെന്നറിയാതെ എന്താണെന്നറിയാതെ കണ്ട് വലിയ പോകുന്നവരെയൊക്കെ ഞാൻ ആശീർവദിക്കുന്ന കഴിയോ? അങ്ങനെ ആശീർവദിക്കുന്ന ഒരാളല്ല ഞാൻ. മഹർഷി, ഞാൻ മഹാരാജാവാണ്. ഞാൻ രാജകുമാരനാണ്. എന്നാ പിന്നെ ആശീർവാദത്തിന് നീ ഒട്ടും അർഹനല്ല. അതെന്താണ്? ഞാൻ ഭയപ്പാടോടും സങ്കോചത്തോടും ചോദിച്ചു. നീ ശരീരത്തിന്റെ അടിമയായതുകൊണ്ട് തന്നെ ഐശ്വര്യം വർദ്ധിക്കും തോറും ആത്മാവിന്റെ പതനത്തിനുള്ള ആക്കവും വർദ്ധിക്കും. നിന്നെപ്പോലെയുള്ള രാജകുമാരന്മാർ എല്ലായ്പ്പോഴും മധുരപലഹാരങ്ങൾ ഭക്ഷിച്ച് നാവിന്റെ ദാസന്മാരായിത്തീരും. വിശിഷ്ട വസ്ത്രങ്ങളും സുന്ദരങ്ങളായ ആഭരണങ്ങളും അണിഞ്ഞ് ശരീരത്തിന്റെ ദാസന്മാരായിത്തീരും. ഓരോ നിമിഷവും സ്പർശ സുഖത്തിനും ദർശന സുഖത്തിനും നിങ്ങൾ അധീനരായിരിക്കും. സുഗന്ധ പുഷ്പങ്ങളുടെയും സുഗന്ധ തൈലങ്ങളുടെയും അമിതമായ ഉപയോഗം കാരണം ഘ്രാണേന്ദ്രിയങ്ങളുടെ അടിമയായിത്തീരും നിങ്ങൾ. രാജാവായി പ്രജകളെ ഭരിക്കുമെങ്കിലും ഇന്ദ്രിയങ്ങൾ അവന്റെ മനസ്സിനെ ഭരിക്കും. സ്ത്രീ സുഖത്തിൽ എല്ലാ ഇന്ദ്രിയ സുഖങ്ങളുടെയും സംഗമമുണ്ടാകും. യോഗികളായ ഞങ്ങൾ ആ ശരീരസുഖത്തെ വർജിക്കുന്നു. അതുകൊണ്ട് അല്ലയോ രാജകുമാര, നീ എൻ്റെ ആശീർവാദം ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച ശേഷം എൻ്റെ അടുത്ത് വരിക. മഹർഷി, യാതൊരു പ്രകാരത്തിലും ഒരു സന്യാസിയാവുകയില്ലെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? എൻ്റെ അമ്മയ്ക്ക്. ആ യോഗിയുടെ മനസ്സിൽ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ജിജ്ഞാസ ഉണർന്നിരിക്കണം. അദ്ദേഹം ഔത്സുക്യത്തോടെ ചോദിച്ചു, അങ്ങനെ വാക്ക് കൊടുത്തു? അങ്ങനെ വാക്ക് കൊടുക്കാൻ എന്താ കാരണം? അത് എൻ്റെ ജ്യേഷ്ഠൻ ബാല്യത്തിൽ തന്നെ വിരക്തനായി എങ്ങോട്ട് ഓടിപ്പോയി സന്യാസിയാകാൻ. എൻ്റെ അമ്മ ഇന്നോളം ആ ദുഃഖം മറന്നിട്ടില്ല. ആ ദുഃഖവും മനസ്സിലേറ്റിയാണ് എൻ്റെ അമ്മ നടക്കുന്നത്. നിന്റെ ജ്യേഷ്ഠനോ? അതെ. ഒരുപക്ഷെ അദ്ദേഹം അങ്ങേ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം എവിടെയാണ് വസിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹസ്തിനപുരത്തിൽ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമായിരുന്നു ഞാൻ. ഹസ്തിനപുരത്ത് നിന്നോ? നീ ഹസ്തിനപുരത്തിലെ രാജകുമാരനാണോ? അതേ മഹാമുനി. നിന്റെ പേര്? യയാതി. നിന്റെ ജ്യേഷ്ഠന്റെ പേര്? യതി. അല്പം പതറിയ സ്വരത്തിൽ യോഗിയുടെ വായിൽ നിന്ന് ആ ശബ്ദം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ യോഗിയുടെ രൂപം മുമ്പത്തേക്കാൾ വ്യക്തമായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഇടത് കൈ മുന്നോട്ട് നീട്ടി ഒരുപക്ഷെ എൻ്റെ തോളത്ത് വയ്ക്കാനാവും എന്നാണ് ഞാൻ കരുതിയത്. അദ്ദേഹത്തിൻ്റെ കൈ അല്പാൽപ്പം വിറയ്ക്കുന്നതായി എനിക്ക് തോന്നി. അപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കാട്ടിൽ തണുത്ത കിഴക്കൻ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ശരീരത്തെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ആ കാറ്റുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ കൈ വിറച്ചതെന്ന് ഞാൻ കരുതി. എൻ്റെ പിന്നാലെ വരും, അദ്ദേഹം ആജ്ഞാപിച്ചു. അല്പദൂരം നടന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. യയാതി അവിടെ തന്നെ നിൽക്കുക, വരുന്നില്ല. എൻ്റെ പിന്നാലെ വരൂ. യയാതി, നിന്റെ ജ്യേഷ്ഠനാണ് പറയുന്നത്, നിന്നോട് ആജ്ഞാപിക്കുന്നത്. എൻ്റെ പിന്നാലെ വരും. യതിയുടെ ഗുഹ അകലെ ആയിരുന്നില്ല. അത് യയാതിയുടെ ജ്യേഷ്ഠൻ യതിയാണ്.
അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ, ഒരു നേരിയ സംശയം തോന്നിയിരുന്നു അവസാനമായപ്പോൾ യയാതിക്ക്. അത് ഉറപ്പിച്ചു, അത് യതിയാണ്. യതിയുടെ ഗുഹയിലേക്ക് ജ്യേഷ്ഠൻ അനുജനെയും കൂട്ടി ഗുഹയിലേക്ക് പോവുകയാണ്. അപ്പോൾ യയാതിക്കൊരു ഭയം തോന്നും. എങ്ങനെയാണ് ഗുഹയിൽ പോകുന്നത്? പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഒരു ശപിച്ചെങ്കിലോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് തന്നെ വേറെ വല്ല മുയലോ പട്ടിയോ പൂച്ചയോ ഒക്കെ ആക്കി മാറ്റിയെങ്കിലോ, കോപക്രാന്തനായി അദ്ദേഹം എന്നെ ഒരു മൃഗമാക്കി മാറ്റിയാലോ അശ്വമേധം അതോടെ അവസാനിക്കും. എന്നോടൊപ്പം വന്ന സൈനികർക്ക് ഞാൻ എവിടാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം മുയലോ മാനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അതേപോലെ പാതാളത്തിലെ നാഗന്മാരോ ആകാശത്തിലെ യക്ഷന്മാരോ ഗന്ധർവന്മാരോ എന്നെ തട്ടിക്കൊണ്ടുപോയെന്നും അവർ വിചാരിച്ചെന്ന് വരും. അവർ അവസാനം ലോകം കീഴടക്കാൻ പോയ എന്നെ ഞാനില്ലാതെ കണ്ട് തലയും താഴ്ത്തി ഹസ്തിനപുരിയിലേക്ക് ചെല്ലേണ്ടതായിട്ട് വരും. അച്ഛൻ ദുഃഖിക്കും, അമ്മ ബോധം കെട്ടപ്പോൾ തന്നെ താഴെ വീഴും. പ്രതീക്ഷയിലെന്ന പോലെ ഭയം കാരണവും തലച്ചോറിൽ പലതരം ഭാവനകൾ വരും. കാരണം നമുക്ക് പ്രതീക്ഷകൾ വരുമ്പോൾ പല ഭാവനകൾ വരുന്നത് പോലെ ഇതേപോലെ ഭയം വരുമ്പോഴും പല ഭാവനകൾ, അത്തരത്തിലുള്ള ഭാവനയിലാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഏതായാലും അവിടെ ഗുഹയിലേക്ക് പോകും. ഗുഹയിൽ പല കാഴ്ചകളും യയാതി കാണും. കാരണം സിംഹം, ഭീകരനായ സിംഹം അവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ കിടപ്പുണ്ട്. യയാതിയുടെ ഗന്ധം കേൾക്കുമ്പോൾ അവൻ ചാടി വീഴാൻ ശ്രമിക്കും. പക്ഷേ യതിയുടെ ഒരു നോട്ടത്തിൽ സിംഹം സാധു മൃഗമായി മാറും. അതിൻ്റെ ഉള്ളിൽ, ഗുഹയുടെ ഉള്ളിൽ മുൾപ്പടർപ്പുകളും സംഗതികളുമൊക്കെയാണ്. സർപ്പങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റി പത്തി വിടർത്തി അതിൻ്റെ മൂലകളിലെല്ലാം ഇരിപ്പുണ്ട്. അവയുടെ സർപ്പത്തിൻ്റെ പത്തിക്കുള്ളിൽ ചെറിയ സ്വർണ്ണമണികൾ, തിളങ്ങുന്ന രത്നമണികൾ കാണാം. അതേപോലെ ഒരു പ്രത്യേകതരം വെളിച്ചം ആ ഗുഹയ്ക്കുള്ളിലുണ്ട്. അത് അവിടെ ഇവിടെയായിട്ട് മിന്നാമിനുങ്ങൾ പുറ്റുപോലെ ഇരിക്കുന്നു. അവിടെ നിന്ന് ജ്വലിക്കുന്ന ചെറിയ വെളിച്ചം അവിടെ മുഴുവനൊരു പ്രത്യേകതരം വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുന്നു. യതി അവിടെ ഒരു മാൻതോലിൽ ഇരുന്നിട്ട് യയാതിയോട് ഇരിക്കാനായിട്ട് പറയുന്നു. യയാതിക്ക് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇരിക്കും. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് യതി കിടക്കുന്ന യതിയുടെ തൽപ്പം, കട്ടിൽ, അത് മുള്ളുമെത്തയാണ്. മുൾച്ചെടികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മെത്തയാണ്. യയാതി ആലോചിക്കുകയാണിത് അദ്ദേഹം വീട്ടിൽ ഹസ്തിനപുരിയിലായിരുന്നെങ്കിൽ എത്രയോ രാജകീയ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്, ഒരു രാജാവാണ്, ഭാവി രാജാവാണ്. ഹസ്തിനപുരിയുടെ ഇത്തരത്തിൽ എല്ലാം ത്യജിച്ച്, എല്ലാ സുഖസൗകര്യങ്ങളും ത്യജിച്ച് ഇത്തരത്തിലുള്ള ഒരു വിരക്തിയുടെ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വർണ്ണനയാണ് ആ പാരഗ്രാഫ് മുഴുവൻ. പോകുന്ന വഴിക്ക് യതി സിംഹത്തെ തലോടുന്നതും, ഓരോ മൂലയ്ക്കും ഓരോ സർപ്പം തിരിയിട്ട് ഇരിക്കുന്നതും, ഓരോന്നിൻ്റെയും മസ്തകത്തിലെ മണി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ഇത് മുഴുവൻ ആ ഗുഹയ്ക്കകത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച്. അദ്ദേഹം മുൾമത്തയിൽ ഇരുന്നു, അമ്പും വില്ലും ഒരു വശത്ത് വെച്ചിട്ട് ഞാൻ മാൻതൂലിൽ ഒരു പ്രകാരത്തിലിരുന്നു. ഇരിക്കാനായിട്ട് കഴിയില്ല. യതിയുടെ ഇരിപ്പ് കണ്ടാൽ, ആ മുൾമത്തയിലിരിക്കുന്ന യതിയെ കണ്ടാൽ ഒരു സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പോലെ അതേ സുഖത്തിലാണ് അദ്ദേഹം, അതേ സുഖത്തിലാണ് ഇരിക്കുന്നത് നമ്മൾക്ക് തോന്നും വിധത്തിലാണ് അദ്ദേഹം ആ മുൾമത്തയിൽ ഇരിക്കുന്നത്. യയാതിയാകട്ടെ ഒരു തരത്തിൽ കുത്തിയിരിക്കാനായിട്ട് പറ്റത്തില്ല. മാൻതോലിൽ ഇരിക്കാനായിട്ട്, മാൻതോലായിടെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഇരിപ്പ് യയാതിക്ക് ശീലമല്ല. അതിൻ്റെ അസ്വസ്ഥതയുണ്ട്. ഇപ്പോൾ സ്പഷ്ടമായിട്ട് കാണാം. മുടി മുഴുവൻ ജട, താടി, ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടിയുടേതുപോലുള്ള മുഖം. പക്ഷേ ഭയങ്കര ക്ഷീണിച്ചൊരു വൃദ്ധനെ പോലെയാണ് ശരീരം മെലിഞ്ഞിരിക്കുന്നത്. അതെല്ലാം കണ്ടിങ്ങനെ മനസ്സിലാക്കുകയാണ്. ജ്യേഷ്ഠൻ്റെ അവസ്ഥ യയാതി മനസ്സിലാക്കുകയാണ്. ശരീരം ഒരു അസ്ഥിപഞ്ജരം പോലെ മാത്രമായിരുന്നു. നിറം ശിശിരത്തിലെ ഇലകൾ പോലെ വിളറിയത്,
തൊലിയിൽ ചുളിവുകൾ വീണിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം കൃശമായതുകൊണ്ടാവാം മൂക്ക് പക്ഷിയുടെ ചുണ്ടുപോലെ ഉന്തി നിന്നു. ഈ മനുഷ്യൻ എന്നെങ്കിലും യുവാവായിരിക്കുമെന്ന് ഒട്ടും തോന്നിക്കുകയില്ല. എന്തെങ്കിലും ഒരു യുവാവായിരുന്നിട്ടുണ്ടോ അദ്ദേഹം എന്നുപോലും, ഇപ്പം യുവാവാണ്, അതിനുള്ള പ്രായമേ ഉള്ളൂ, പക്ഷേ എന്നെങ്കിലും ഈ മനുഷ്യൻ യുവാവായിരുന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുകയാണ്. എന്നിട്ട് യയാതി ചിന്തിക്കുകയാണ്, യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അദ്ദേഹത്തിന് കിട്ടുമോ? തനിക്കുണ്ടാകുന്ന ആനന്ദം അതിലൊക്കെയാണ്. യുദ്ധം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പോകട്ടെ, കുതിരസവാരിയുടെ സാധാരണ ആനന്ദം പോലും അദ്ദേഹത്തിന് കൈവന്നിട്ടില്ലായിരിക്കും. അളകയെപ്പോലുള്ള ഒരു യുവതിയുടെ അതരപാന സുഖത്തിൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? അങ്ങനൊന്നും ഒരിക്കലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. ഈ ചിന്ത മനസ്സിൽ അളകയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ യയാതി ഞെട്ടുകയാണ്. കാരണം തൻ്റെ ചിന്തയും അളക്കാൻ കഴിയുന്ന ഒരാളാണ്, ഒരു മുനിശ്രേഷ്ഠനാണ് മുന്നിയിരിക്കുന്നത്. അദ്ദേഹത്തിന് താനിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഗുഹയും യതി പ്രകടിപ്പിച്ച വേദാന്ത ചിന്തയും എൻ്റെ ഭാവനകളെ നിർജീവമാക്കി. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ആദ്യം കണ്ടുമുട്ടിയ ജ്യേഷ്ഠനെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആലിംഗനം ചെയ്യുമായിരുന്നില്ല. അപ്പോൾ യതി ഓർക്കുകയാണ്, ഒരു അനുജൻ ജ്യേഷ്ഠനെ കാണുമ്പോഴുള്ള ആ വൈകാരിക പ്രകടനങ്ങളൊന്നും തന്നിൽ നിന്നുണ്ടായില്ല. കാരണം ആ യതിയുടെ അവസ്ഥ, യതി സൃഷ്ടിച്ച ആ പ്രത്യേക അന്തരീക്ഷം തന്നെയും ബാധിച്ചിരിക്കുന്നു. തന്നിലും ഒരു നിസ്സംഗത ബാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കാണാതെ താൻ തിരഞ്ഞു നടക്കുന്ന, എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ടിട്ട് താൻ ഓടിച്ചിരുന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അത് ആ യതിയുടെ വിരക്തിയുടേതായ ആ അവസ്ഥ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന തന്നെയും ആ രീതിയിലാണ് താനും ഇപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ തനിക്ക് പൊട്ടിക്കരയാൻ തോന്നാതിരുന്നത്. അല്ല, നിർബന്ധിച്ച് ഹസ്തിനപുരിയിൽ കൊണ്ടുപോയി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിപ്പിക്കുക എന്നായിരുന്നില്ലേ തൻ്റെ മുൻകൂട്ടി ഇതിനെക്കുറിച്ചൊക്കെ താൻ തീരുമാനിച്ചിരുന്നത്? എപ്പോഴെങ്കിലും ജ്യേഷ്ഠനെ കാണുകയാണെങ്കിൽ അത് ഒരു കാര്യവും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ വന്നാൽ അതൊന്നും പ്രവർത്തിക്കുകയില്ല, തൻ്റെ ആ കാര്യങ്ങളും ചിന്തയും ഒന്നും പ്രവർത്തിക്കുകയില്ല എന്ന് യയാതിക്ക് മനസ്സിലായി. എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് കരുതി യയാതി പറഞ്ഞു, പതുക്കെ ഒന്ന് പറഞ്ഞു നോക്കുകയാണ്, അങ്ങയെ കണ്ടാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ജ്യേഷ്ഠനോട് പറയുകയാണ്. ഈ ലോകത്ത് അതിന് മഹർഷി പറയുന്ന, യതി പറയുന്ന ഉത്തരം, ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നോ? ബ്രഹ്മാനന്ദം. ശരീരസുഖം ദുഃഖകരമാണ്. ആ സുഖം സ്പർശനത്തിൻ്റെതാണ്. ആ സുഖം സ്പർശനത്തിൻ്റെതോ ദർശനത്തിൻ്റെതോ ആകട്ടെ, ശരീരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു. അതിൻ്റെ മേൽ വിജയം നേടാൻ നിരന്തരം യത്നിക്കേണ്ടത് മനുഷ്യൻ്റെ പ്രമുഖ കർത്തവ്യമാണ്. ദാ ഈ പഴങ്ങൾ നോക്കൂ, ഞാനിവ മാത്രമാണ് കഴിക്കുന്നത്. അപ്പോഴാണ് യതിയുടെ ജീവിതശൈലിയ. യതി കഴിക്കുന്ന പഴങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മധുരിക്കുന്ന പഴങ്ങളൊന്നും കഴിക്കത്തില്ല, കഴിക്കുന്ന പഴമേ കഴിക്കത്തുള്ളൂ, കവർക്കുന്ന പഴങ്ങൾ. കാരണം പഴം കഴിച്ചു കഴിഞ്ഞാൽ മധുരിക്കുന്നു, അതിനോടൊരു ആകർഷകം തോന്നിയാലോ ഒരു ആസക്തി തോന്നിയാലോ, വിരക്തിയാണ് അദ്ദേഹം. വിരക്തിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് സന്യാസി. അതുകൊണ്ട് ഒന്നിനോടും പ്രത്യേകിച്ച് മമത തോന്നുവാൻ പാടില്ല. ഈ കഥാപാത്രത്തെ നമ്മൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുമ്പോൾ പറയും ആഹാരത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് കിടക്കുന്ന മെത്ത പോലും മുള്ളുമെത്തയിലാണ് കിടക്കുന്നത്. ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുന്നത് മുള്ള്, വഴി നിറയെ മുള്ളാണ്. അതൊക്കെ വകഞ്ഞു മാറ്റിയാണ് അകത്തോട്ട് പ്രവേശിക്കുന്നത്. കാരണം ഒന്നിലും ആകൃഷ്ടനാകാൻ പാടില്ല, ഒന്നിലും ആസക്തി പാടില്ല. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം പോലും കഴിക്കുന്ന കായ്കനികളാണ്, മധുരിക്കുന്നവയൊന്നും കഴിക്കില്ല. ഒരു പ്രദേശത്ത് ഈ ഗുഹ താൽക്കാലികമായി അദ്ദേഹം കിടക്കാനായി കണ്ടെത്തി വിശ്രമിക്കാനെടുത്തതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉപേക്ഷിച്ച് അദ്ദേഹം, കാരണം ഒരു പ്രദേശത്തോട് ആസക്തി പാടില്ല, ഒരു മനുഷ്യരോടും പാടില്ല, പ്രപഞ്ചത്തിലെ ഒരു സംഗതിയോടും പാടില്ല, ഒന്നിനോടും ഒരു ആസക്തിയും പാടില്ല, എല്ലാത്തിനോടും വിരക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സന്യാസിയാണ് യതി. അദ്ദേഹം പറയുന്നത് ഞാനതിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് വിജയിച്ചു എന്നല്ല പറയുന്നത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് കഴിക്കുന്ന പഴത്തിൻ്റെ ഒരു അല്പം എടുത്ത് അനിയൻ്റെ കൈ കൊടുക്കും. അനിയൻ്റെ വായി വെക്കുമ്പോൾ ഭയങ്കര കവർപ്പ്. യയാതി ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ അവിടെ നിന്ന് തുപ്പാൻ പറ്റത്തില്ല, പുറത്തായിരുന്നെങ്കിൽ തുപ്പിയെങ്കിലും കളയായിരുന്നു. അങ്ങനെ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൊടുത്ത കായയുടെ ഒരു അല്പഭാഗം. എൻ്റെ വായിലിട്ട പഴത്തിൻ്റെ ചെറിയ കഷ്ണം കയ്പ് കാരണം ഇപ്പോഴും അവിടെ തന്നെ അനക്കാതെ ഒതുക്കിയിരിക്കുകയാണ്. ഗുഹയ്ക്ക് വെളിയിൽ പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ തുപ്പിക്കളയുമായിരുന്നു. യതിയും ഞാനും സ്വന്തം സഹോദരന്മാരായിരുന്നു. എങ്കിലും ഞങ്ങൾക്കിടയിൽ അതിഗഹനമായ ഒരു കിടങ്ങുണ്ടായിരുന്നു. അതെത്രമാത്രം ഗഹനമാണെന്ന് ഇപ്പോൾ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. പഴം തിന്ന ശേഷം യതി പറഞ്ഞു, ഓരോ ഇന്ദ്രിയത്തിൻ്റെ മേലും മനുഷ്യൻ ഇങ്ങനെ വിജയം നേടണം. ഈ പഴം കഴിക്കുന്ന പഴം നിന്ന് ശീലിക്കുന്നത് പോലെ അത് നാക്കിൻ്റെ സ്വാദിനെ അതിജീവിക്കുകയാണ്. അതേപോലെ ഓരോ ഇന്ദ്രിയത്തിൻ്റെ മേലിലും മനുഷ്യൻ ആധിപത്യം നേടണം, അതിനെ അതിജീവിക്കണം. ഈ മാർഗം സ്വീകരിച്ചപ്പോൾ മുതൽ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ്. എങ്ങനെ എത്തിച്ചേർന്നു പറയുന്നത്, ഞാൻ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്കിലും ഇപ്പോഴും എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം വന്നിട്ടില്ല എന്നാണ് യതി പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ താൻ അനുവർത്തിച്ചു വരുന്ന ആ വിരക്തിയുടെ പ്രാക്ടീസ് അനുജന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ യതി വീണ്ടും വിഷയത്തിലേക്ക് വരും. എന്തുകൊണ്ടാണ് അങ്ങ് കൊട്ടാരം ഉപേക്ഷിച്ച് ഈ സന്യാസ ജീവിതം സ്വീകരിച്ചത് എന്ന് യതിയോട് അല്പം ധൈര്യമൊക്കെ സംഭരിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് യതി മറുപടി പറയും. ചോദിക്കുന്നത് ഇതാണ്, തീരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങേ മാർഗം സ്വീകരിച്ചത് എന്തിനാണ്? ഏതൊരു ഋഷിവര്യൻ്റെയും അനുഗ്രഹം കൊണ്ടാണോ ഞാൻ ജനിക്കാനിടയായത്? നേരത്തെ നമ്മൾ ആദ്യ അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്, യതിയുടെ അച്ഛൻ നകുഷരാജാവും മഹാറാണിയും ഒരു ഋഷിവര്യൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആദ്യം കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞാണ് യതി. പിന്നെ വർഷം തോറും അവൻ്റെ പിറന്നാൾ ദിവസം അമ്മ അവനെയും കൊണ്ട് ആ ആശ്രമത്തിൽ പോകാറുണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊരു ഋഷിവര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണോ ഞാൻ ജനിക്കാനിടയായത്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തന്നെ ഈ വിരക്തിയും ജന്മമെടുത്തു. എന്നിലെ ഈ വിരക്തി ജന്മമെടുക്കുന്നത് അവിടെ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം ആ കഥ പറയുകയാണ്. അന്ന് നമ്മൾ കേട്ടു, അമ്മയുടെ കൈ പിടിച്ച് അവിടെ പോയി താമസിച്ച ദിവസം തിരിച്ച് വരുന്ന ദിവസമാണ്, രാത്രിയിൽ അടുത്ത ദിവസമാണ്, ആശ്രമത്തിൽ നിന്ന് വന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഇറങ്ങിപ്പോകുന്നത്. അന്ന് രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ച ആശ്രമത്തിൽ, അന്ന് അവരവിടെ ആശ്രമത്തിലാണ് കിടന്നപ്പോൾ യതിക്ക് ഉറക്കം വന്നില്ല. പതുക്കെ അമ്മയുടെ കൈ മാറ്റിയിട്ട് ഇറങ്ങി പുറത്തു പോകുമ്പോൾ അവിടെ മുനികുമാരന്മാരുണ്ടല്ലോ, മഹർഷിയുടെ ശിഷ്യന്മാരുണ്ട്. മുനികുമാരന്മാരും ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്, ബ്രഹ്മചാരികളുണ്ട്. ഒത്തിരി ബ്രഹ്മചാരികൾ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട്. അവർ രാത്രി പരസ്പരം സംസാരിക്കുന്നത് ഇത് കേൾക്കാനിടയായി. അതിതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ പരസ്പര സംസാരത്തിൽ നിന്ന് യതി മനസ്സിലാക്കുന്നത്. അതിതാണ്, നഹുഷന്റെ മക്കൾക്ക് ഒരു കാലത്തും ഗതി കിട്ടുകയില്ല എന്നല്ല, മനസ്സുഖം ലഭിക്കുകയില്ല. നഹുഷന്റെ പുത്രന്മാർക്ക് ഒരു കാലത്തും മനസ്സുഖം കിട്ടുകയില്ല. യതി ഇത് പറയുന്നത് കേട്ടപ്പോൾ യയാതിയും ഭയന്ന് വിറയ്ക്കുകയാണ്. കാരണം അദ്ദേഹവും നഹുഷന്റെ മകനാണല്ലോ. ശരീരത്തിലെ രോമങ്ങൾ മുഴുവൻ എഴുന്നു നിന്നു. യതിയെപ്പോലെ താനും നഹുഷ മഹാരാജാവിൻ്റെ പുത്രനാണല്ലോ. ആ ബ്രഹ്മചാരികളുടെ പ്രവചനം ശരിയാകുമോ, സത്യമാകുമോ? അറിയാതെ തന്നെ യയാതിയുടെ വായിൽ നിന്നൊരു ചോദ്യമുയർന്നു. നഹുഷ മഹാരാജാവിൻ്റെ സന്തതികൾക്ക് ഒരു കാലത്തും മനസ്സുഖം ലഭിക്കുകയില്ലേ? അതെ, എന്നും ആ വാക്കുകൾ എൻ്റെ കാതിൽ മുഴങ്ങുന്നു. യതി പറയുകയാണ്. എന്താണ് അതിന് കാരണം? ശാപം. ആരുടെ ശാപം? ഋഷിയുടെ.
ഋഷിയുടെ ശാപമേൽക്കത്തക്കവണ്ണം അച്ഛൻ എന്ത് പാതകമാണ് ചെയ്തത്? പക്ഷെ അതിനെക്കുറിച്ച് യതിക്ക് അറിയില്ല. എന്താണ് അച്ഛൻ ചെയ്ത തെറ്റ് എന്നുള്ളത് ഇപ്പോൾ ഏതായാലും യതി പറഞ്ഞു കൊടുക്കുന്നില്ല. യതിക്ക് അറിയാത്തത് കൊണ്ടാവാം. പക്ഷേ യതി ഒരു ത്രികാലജ്ഞാനിയായ മഹർഷിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടതാണ്. ഏതായാലും നമുക്ക് പുറകെ അതെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനിടയിൽ കയറി ചോദിക്കുകയാണ്. അതിന് അപ്പോൾ തന്നെ പറയുകയാണ്, യതി പറയുകയാണ്, ആ രാത്രിയിൽ ആ ബ്രഹ്മചാരികളുടെ വാക്കുകൾ എന്നിൽ ജാഗ്രതയുളവാക്കി. ദുഃഖിതനായ ഒരു രാജകുമാരനായി ഒരിക്കലും മനസ്സുഖം കിട്ടാതെ കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ സുഖവും ദുഃഖവും ഒക്കെ ത്യജിച്ച് വിരക്തിയുടെ മാർഗം സ്വീകരിച്ചൊരു സന്യാസിയാകുന്നത്? അപ്പോൾ മനസ്സുഖം ലഭിക്കില്ല എന്നുള്ളതൊരു പ്രശ്നമേ ആകില്ല. കാരണം മനസ്സുഖം ലഭിക്കാതിരിക്കുക, വിരക്തി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണല്ലോ സന്യാസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് സന്യാസം തന്നെ സ്വീകരിച്ചേക്കാം എന്ന് യതി തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അവിടെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരു ഹഠയോഗിയെ ഗുരുവായിട്ടൊക്കെ സ്വീകരിക്കുകയാണ് യതി. അപ്പോഴാണ് യയാതി ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്, ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യയാതി ജ്യേഷ്ഠനോട് പറയുകയാണ്, എനിക്കൊരു ഭിക്ഷ തരുമോ? സാധാരണ കൊട്ടാര സന്യാസിമാരോടൊക്കെ നമ്മൾ അനുഗ്രഹം ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതെന്നാണ്, ഒരു ഭിക്ഷ തരുമോ ചോദിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാമോ എന്നാണ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ യതി ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ ഹസ്തിനപുരിയിൽ പോയി അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരട്ടെ. നിങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം ഒന്ന് കാണാനുള്ള അവസരം, അമ്മയ്ക്കൊന്ന് കാണാനുള്ള അവസരം. പറ്റത്തില്ല. യതി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അത് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അമ്മ ഒന്ന് വന്ന് കണ്ടോട്ടെ. കാരണം എൻ്റെ തപസ് ഇനിയും പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ അമ്മയെ കണ്ടാൽ അത് മുടങ്ങിപ്പോയെങ്കിലും ഈശ്വരൻ ഇതുവരെയും എനിക്ക് സമ്പൂർണമായി പിടി തന്നിട്ടില്ല. നീ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നാലും എന്നെ അതുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല. കാരണം ഞാനിപ്പോൾ ഇവിടം വിട്ടു പോകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രദേശത്ത് അധിക സമയം തങ്ങുന്ന ഒരു രീതി എനിക്കില്ല. ഒരു പ്രദേശത്തോടും പ്രത്യേക ആസക്തി പാടില്ല. ആസക്തിയാണ് ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു. ഏതെങ്കിലും സ്ഥലത്തോട് അല്പമെങ്കിലും ആകർഷണം ഉണ്ടാകാൻ തുടങ്ങിയാൽ ഉടൻ ഞാൻ ആ സ്ഥലം ഉപേക്ഷിച്ച് പോകും. അമ്മയെ അതുകൊണ്ട് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവില്ല, എവിടെയാ ഉണ്ടാകുന്നത് എന്ന് അറിയുകയുമില്ല. അമ്മയെ അപ്പോൾ ഇനി എന്നാ നീ കാണുക? ആർക്കറിയാം? ഒരുപക്ഷെ ഒരിക്കലും കണ്ടില്ലെന്നും വരും. നമ്മൾ തമ്മിലോ ഇന്നത്തെ പോലെ എന്തെങ്കിലും യാദൃച്ഛികമായി കണ്ടേക്കാം. അന്ന് ഞാൻ എല്ലാ സിദ്ധികളും നേടിയെടുത്തെന്നും വരാം. എല്ലാ സിദ്ധികളും ഒക്കെ നേടിയെടുത്തതിന് ശേഷം ഒരുപക്ഷെ അമ്മയെ കണ്ടേക്കാം. നീ എഴുതേക്കൂ, പെട്ടെന്ന് വെളിയിൽ പോകും. കാരണം യതിക്ക് ആ മുഹൂർത്തത്തിൽ അനുഷ്ഠിക്കേണ്ടതായ ചില കർമ്മങ്ങളുണ്ട്, ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ സമയമായി. എൻ്റെ ധ്യാനത്തിനുള്ള സമയമായി. നീ ഗുഹയ്ക്കിപ്പോൾ വെളിയിലേക്ക് ഇപ്പോൾ പോകണം. അങ്ങനെ ഗുഹയുടെ പ്രവേശനദ്വാരത്തിലേക്ക് യാത്രയാക്കുകയാണ് യയാതിയെ യതി. അവിടെ വച്ച് വളരെ ഗദ്ഗതത്തോടെ, യയാതി പ്രതീക്ഷിച്ചില്ല, അദ്ദേഹം തന്നെ സ്പർശിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോവുകയാണ്, എന്നെ മറക്കരുതെന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ ഗുഹയിൽ പെട്ടെന്ന് അവസാന നിമിഷത്തിൽ ദൃഢനിശ്ചയത്തിനല്പം അയവ് വന്നു എന്ന് തോന്നുന്നു. വലത് കൈ എടുത്ത് യയാതിയുടെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, യയാതി, ഇന്നോ നാളെയോ നീ രാജാവാകും, സാമ്രാട്ടാകും, 100 അശ്വമേധങ്ങൾ നീ നടത്തും. എന്നാൽ ഒരു കാര്യം എപ്പോഴും നീ ഓർമ്മിക്കണം, ലോകത്തെ ജയിക്കുന്നത് പോലെ എളുപ്പമല്ല മനുഷ്യ മനസ്സിനെ വിജയിക്കാൻ. യയാതി 6ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നോവലിലെ 5ാമത്തെ അധ്യായവും ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നമുക്ക് 6ാമത്തെ അധ്യായം അടുത്ത ദിവസം, അതിൻ്റെ വായനാനുഭവം നമുക്കിവിടെ പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.